സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൻ്റെ 5th മൊഡ്യൂളിലെ കൺസെപ്റ്റുകളുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. 5th മൊഡ്യൂളിലെ നമ്മൾ ബേസിക്കായിട്ട് 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൊസസ്സർ ലോജിക് ഡിസൈൻ, മറ്റ് പ്രൊസസ്സർ ഓർഗനൈസേഷൻ. അതിനകത്ത് പ്രൊസസ്സർ ലോജിക് ഡിസൈനകത്തെ ആദ്യത്തെ ഒരു കൺസെപ്റ്റാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. നമ്മൾ അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സീക്വൻഷ്യൽ ലോജിക് സിസ്റ്റം കൺസ്ട്രക്റ്റഡ് വിത്ത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ഗേറ്റ്സ് എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ ലോജിക് സിസ്റ്റം പറയുന്നത്. അപ്പോൾ ഒരു സീക്വൻഷ്യൽ ലോജിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് മേ കണ്ടെയ്ൻ വൺ ഓർ മോർ ഇൻപുട്സ്, ഒന്നോ ഒന്നിലധികമോ ഇൻപുട്ടുകൾ വരാം. വൺ ഓർ മോർ ഔട്ട്പുട്ട്സ്, ഒന്നോ ഒന്നിലധികമോ ഔട്ട്പുട്ട്സും വരാം. ബട്ട് ദ സ്റ്റേറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ പ്രീവിയസ് സ്റ്റേറ്റ്സ്. ഓരോ സ്റ്റേറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രീവിയസ് സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അങ്ങനെയുള്ളൊരു സർക്യൂട്ടിനെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്ലോക്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, മെമ്മറീസ്, രജിസ്റ്റേഴ്സ്. ഇതെല്ലാം നമ്മൾ സ്വിച്ചിങ് തിയറിക്കകത്ത് നേരത്തെ പഠിച്ചതുമാണ്. എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. സോ നമുക്കൊരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് എ സ്റ്റേറ്റ് ടേബിൾ. പക്ഷേ ഒരു വലിയ ഡിജിറ്റൽ സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ടേബിൾ കൊണ്ട് മാത്രം നമുക്കത് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കില്ല. അത് ഇമ്പോസിബിൾ അല്ല, പക്ഷേ അത് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ്. ഈ ഡിഫിക്കൽട്ടിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ അപ്രോച്ചിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് മോഡുലാർ അപ്രോച്ച്. Modular approach means the systems are partitioned into modular subsystems, each of which performs some functional task. ഈ സിസ്റ്റത്തിനെയാണെങ്കിൽ നമ്മൾ കുറേയധികം സബ്സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോന്നും ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ ടാസ്ക് പെർഫോം ചെയ്യും. എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഫങ്ഷൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് ആണ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ഡീകോഡേഴ്സ്, മൾട്ടിപ്ലെക്സേഴ്സ്, അരിത്തമെറ്റിക് എലിമെൻറ്റ്സ് ആൻഡ് കൺട്രോൾ ലോജിക്. ഈ പറയുന്ന മൊഡ്യൂൾസുകളെ ഇൻ്റർകണക്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഡിജിറ്റൽ സിസ്റ്റമായിട്ട് മാറുന്നത്. സോ ദ വേരിയസ് മൊഡ്യൂൾസ് ആർ ഇൻ്റർകണക്റ്റഡ് ബൈ എ കോമൺ ഡേറ്റ ആൻഡ് കൺട്രോൾ പാത്ത്. ഡേറ്റയും കൺട്രോൾ പാത്ത്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ മൊഡ്യൂൾസിനെ നമ്മൾ കണക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ഫോം എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം. എ ടിപ്പിക്കൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം മൊഡ്യൂൾ വുഡ് ബി, ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊസസ്സർ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടു ഡിസ്ക്രൈബ് ഡിജിറ്റൽ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് ലൈക്ക് ആഡേഴ്സ്, ഡീകോഡേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്, ഇറ്റ് ഈസ് നെസസറി ടു എംപ്ലോയ് എ ഹൈ ലെവൽ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ. ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ ഇങ്ങനെയുള്ള മൊഡ്യൂൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹൈ ലെവൽ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ്റെ ആവശ്യമുണ്ട്. ദ നൊട്ടേഷൻ ഈസ് കോൾഡ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. ഈ നൊട്ടേഷന് പറയുന്ന പേരാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. ഈ മെത്തേഡിലെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ അതിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നവയാണ്. പ്രധാനമായും 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഈ സിസ്റ്റത്തിനകത്തുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് എല്ലാത്തരം രജിസ്റ്റേഴ്സും ഉണ്ടാകും. എക്സാമ്പിൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. കൗണ്ടേഴ്സിനെ നമ്മൾ രജിസ്റ്ററായിട്ട് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ കണ്ടന്റിനെ ഒന്ന് വെച്ച് അത് ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ രജിസ്റ്റർ. മൂന്നാമത്തത് മെമ്മറി യൂണിറ്റ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്സിനെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 1 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പും അതുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഗേറ്റ്സും ചേർന്ന് നമ്മൾ എടുത്താലും ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ രജിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് ദ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദെയർ ഫങ്ഷൻസ്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ദ ബൈനറി കോഡഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ബൈനറി കോഡഡ് ഇൻഫർമേഷൻ. അത് ബൈനറി നമ്പേഴ്സ് ആകാം, BCD നമ്പേഴ്സ് ആകാം, ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് ആകാം, കൺട്രോൾ ഇൻഫർമേഷൻസ് ആകാം, അല്ലെങ്കിൽ മറ്റെന്ത് ബൈനറി കോഡഡ് ഇൻഫർമേഷൻസും ആകാം. ഈ പറയുന്ന ഇൻഫർമേഷനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ. ഏത് തരം ഡേറ്റയാണ് അനുസരിച്ചാണ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ നമ്പേഴ്സിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. കൺട്രോൾ ഇൻഫർമേഷൻസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്.
ഉദാഹരണത്തിന് സെറ്റിംഗ് ആൻഡ് ക്ലിയറിംഗ് ഓഫ് സ്പെസിഫൈഡ് ബിറ്റ്സ് ഇൻ എ രജിസ്റ്റർ. ഒരു രജിസ്റ്ററിനകത്തെ കണ്ടന്റിനെ നമുക്ക് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസിന് ഒരു പ്രത്യേക പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ ഓപ്പറേഷൻസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് മൈക്രോ ഓപ്പറേഷൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മൈക്രോ ഓപ്പറേഷൻ ഈസ് ആൻ എലിമെൻ്ററി ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ പാരലൽ ഡ്യൂറിങ് വൺ ക്ലോക്ക് പൾസ് പീരീഡ്. ഒരു പർട്ടിക്കുലർ ക്ലോക്ക് പൾസ് പീരീഡിനകത്ത് നമുക്ക് പാരലായിട്ട് ചെയ്യാവുന്ന ഓപ്പറേഷൻസിനെയാണ് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്ററിലെ കണ്ടന്റിനെ അത് റീപ്ലേസ് ചെയ്യും. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഫർമേഷനെ നമ്മൾ പുതിയൊരു രജിസ്റ്ററിലോട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഇങ്ങനെയുള്ള മൈക്രോ ഓപ്പറേഷൻസിന് എക്സാമ്പിൾസ് ആണ് ഷിഫ്റ്റ്, കൗണ്ട്, ആഡ്, ക്ലിയർ, ലോഡ് എക്സെട്ര. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ദ കൺട്രോൾ ഫങ്ഷൻസ് ദാറ്റ് ഇനിഷ്യേറ്റ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺട്രോൾ ഫങ്ഷൻസിനകത്ത് വരുന്നത് ടൈമിംഗ് സിഗ്നൽസ് ആണ്. ദാറ്റ് സീക്വൻസ് ദ ഓപ്പറേഷൻസ് അറ്റ് എ ടൈം. ഓരോ ഓപ്പറേഷനെയും ഏത് പർട്ടിക്കുലർ ടൈമിലാണ് സീക്വൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് കൺട്രോൾ ഫങ്ഷൻസ് ആണ്. Certain conditions which depend on the result of previous operations may also determine the state of control functions. ഈ കൺട്രോൾ ഫങ്ഷൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അത് നേരത്തെയുള്ള ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് ആയിരിക്കും ഈ കൺട്രോൾ ഫങ്ഷൻസിനെ ചിലപ്പോൾ ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൺട്രോൾ ഫങ്ഷൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ എ കൺട്രോൾ ഫങ്ഷൻ ഈസ് എ ബൈനറി വേരിയബിൾ ദാറ്റ് വെൻ ഇൻ വൺ ബൈനറി സ്റ്റേറ്റ് ഇനിഷ്യേറ്റ്സ് ആൻ ഓപ്പറേഷൻ ആൻഡ് വെൻ ഇൻ ദ അതർ ബൈനറി സ്റ്റേറ്റ് ഇൻഹിബിറ്റ്സ് ഓപ്പറേഷൻ. ഒരു പർട്ടിക്കുലർ ബൈനറി സ്റ്റേറ്റിൽ ഒരു ഓപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യും, മറ്റൊരു സ്റ്റേറ്റിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ഇതിനുള്ളതിനെയാണ് കൺട്രോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 4 components. ഇനി ദ സിംബോളിക് നൊട്ടേഷൻ ഫോർ റെപ്രസെൻറ്റിംഗ് രജിസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഫോർ സ്പെസിഫൈയിങ് ദ ഓപ്പറേഷൻസ് ഓൺ ദ കണ്ടൻസ് ഓഫ് ദി രജിസ്റ്റേഴ്സ് ആൻഡ് ഫോർ സ്പെസിഫൈയിങ് ദ കൺട്രോൾ ഫങ്ഷൻസ്. ഇതിനെയൊക്കെ രജിസ്റ്റേഴ്സിനെയെ, ഇതിനകത്തെ ഓപ്പറേഷൻസിനെയെ, അതുപോലെ കൺട്രോൾ ഫങ്ഷൻസിനെയെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിംബോളിക് നൊട്ടേഷൻ പറയുന്ന ഒരു പേരാണ് ഇറ്റ് ഈസ് കോൾഡ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ഓർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ്. ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കൺസിസ്റ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്ന കൺട്രോൾ ഫങ്ഷൻ വിച്ച് മേ ബി ഒമിറ്റഡ് സംടൈംസ്. നമുക്ക് എല്ലാ ഇതിനകത്തും കൺട്രോൾ ഫങ്ഷൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് പല എക്സാമ്പിളിനകത്ത് നമുക്ക് ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ആണ്. അത് കമ്പൽസറി ആണ്. ലിസ്റ്റ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഈ മൈക്രോ ഓപ്പറേഷൻസിനെ പ്രധാനമായും 4 ടൈപ്സ് ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ എന്ന് പറയുന്ന ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ, ഒരു രജിസ്റ്ററിൽ നിന്നും മറ്റൊരു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് അരിത്തമെറ്റിക്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് ഓർ ഒക്കെ അതിനകത്ത് വരും. നാലാമത്തെ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷൻസ്. ഇനി ബൈനറി ഇൻഫർമേഷൻ ഫൗണ്ട് ഇൻ രജിസ്റ്റേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ന്യൂമറിക്കൽ ഡേറ്റ. അപ്പം ന്യൂമറിക്കൽ ഡേറ്റ എന്ന് വെച്ചാൽ ബൈനറി അല്ലെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും. നോൺ ന്യൂമറിക്കൽ ഡേറ്റ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതർ ബൈനറി കോഡഡ് ഇൻഫർമേഷൻസ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ കോഡ്സ്, അഡ്രസ്സസ് ആൻഡ് മറ്റുള്ള കൺട്രോൾ ഇൻഫർമേഷൻസ് ആണ് ദാറ്റ് സ്പെസിഫൈ ദ ഡേറ്റ പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സ് ഇൻ ദ സിസ്റ്റം. സോ ഇതാണ് ബൈനറി ഇൻഫർമേഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളുടെ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. സോ ഡിജിറ്റൽ സിസ്റ്റംസിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന അറിയാം. അത് സാധാരണഗതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേറ്റ് ടേബിൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുന്നതനുസരിച്ച് ഈ സ്റ്റേറ്റ് ടേബിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. സോ അതിനുവേണ്ടി കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ് ഇറ്റ് ഈസ് കോൾഡ് മോഡുലാർ അപ്രോച്ച് എന്ന് പറയും. ഈ മോഡുലാർ അപ്രോച്ചിനകത്ത് സിസ്റ്റത്തിനെ ആണെങ്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യും കുറേയധികം സബ് സിസ്റ്റംസ് ആയിട്ട്. എന്നിട്ട് ഈ സബ് സിസ്റ്റംസിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യും ബൈ യൂസിങ് ദ ഡേറ്റ ആൻഡ് കൺട്രോൾ പാർട്സ് ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് ഇതിനെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ ലെവൽ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ യൂസ് ചെയ്യും. ആ നൊട്ടേഷന് പറയുന്ന പേരാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ലെവലിലാണ് വർക്ക് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്ന സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദെയർ ഫങ്ഷൻസ് ആണ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, മെമ്മറി യൂണിറ്റ്സ്. ദ ബൈനറി കോഡഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റേഴ്സ് ആണ് രണ്ടാമത്തെ പോയിന്റ്.
അത് ബൈനറി നമ്പേഴ്സ്, BCD നമ്പേഴ്സ്, alphanumeric ക്യാരക്ടേഴ്സ്, കൺട്രോൾ ഇൻഫർമേഷൻ ഓർ എനി അതർ ബൈനറി കോഡഡ് ഇൻഫർമേഷൻ. ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ. ഡേറ്റയുടെ ടൈപ്പ് അനുസരിച്ചാണ് ഓപ്പറേഷൻ ഡിറ്റർമിൻ ചെയ്യുക. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റേഴ്സ് ആണ്. ഈ ഓപ്പറേഷൻസിന് പറയുന്ന പേര് മൈക്രോ ഓപ്പറേഷൻസ് ആണ്. മൈക്രോ ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഷിഫ്റ്റ്, കൗണ്ട്, ആഡ്, ക്ലിയർ, ലോഡ് എക്സെട്ര. അടുത്തത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഫംഗ്ഷൻസ് ആണ്. കൺട്രോൾ ഫംഗ്ഷൻസിനകത്ത് വരുന്നതാണ് ടൈമിംഗ് സിഗ്നൽസ്, അതുപോലെ ചില സർട്ടൺ കണ്ടീഷൻസ്, റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില സർട്ടൺ കണ്ടീഷൻ അനുസരിച്ചും ഇത് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബൈനറി സ്റ്റേറ്റിൽ ഇതിനെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യാനും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഈ ഓപ്പറേഷനെ ഇൻഹിബിറ്റ് ചെയ്യാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ദ സിംബോളിക് നൊട്ടേഷൻ ഫോർ റെപ്രസെൻറ്റിംഗ് രജിസ്റ്റേഴ്സ് ഫോർ സ്പെസിഫൈങ് ദ ഓപ്പറേഷൻസ് ഓൺ ദ കണ്ടൻസ് ഓഫ് ദി രജിസ്റ്റേഴ്സ് ആൻഡ് സ്പെസിഫൈങ് ദ കൺട്രോൾ ഫംഗ്ഷൻസ്. ഈ സിംബോളിക് നൊട്ടേഷൻ എന്ന് പറയുന്ന പേരാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിനകത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് 2 പാർട്ടുണ്ട്. കൺട്രോൾ ഫംഗ്ഷൻസും ഉണ്ട്, ലിസ്റ്റ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസും ഉണ്ട്. കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, നമുക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. മൈക്രോ ഓപ്പറേഷൻസിനെ പ്രധാനമായും 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫർ, അരിത്തമെറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് എന്നുള്ളതാണ് ഡിവിഷൻ. അതുപോലെ ബൈനറി കോഡഡ് ഇൻഫർമേഷൻസിനെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കൽ ഡേറ്റ, നോൺ ന്യൂമറിക്കൽ ഡേറ്റ, പിന്നെ ഇൻസ്ട്രക്ഷൻ കോഡ്സ്, അഡ്രസ്സസ്, മറ്റ് കൺട്രോൾ ഇൻഫർമേഷൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഇരുന്ന് പഠിക്കണം. താങ്ക് യു.